നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തുകയാണ്. ഈ സന്ദർശനത്തെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. ഏതായാലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. വലിയൊരു ട്വിസ്റ്റാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പല ജില്ലകളിലും ശക്തി തെളിയിച്ച 2020 എന്ന രാഷ്ട്രീയ കക്ഷി NDAയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020യുടെ മുഖ്യ സംഘാടകനായ സാബു M. ജേക്കബും ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നാളെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിൽ നാളെ വളരെ പ്രമുഖരായ ചില വ്യക്തികൾ BJPയിൽ ചേരാനെത്തും എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സാബു M. ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയും NDA ഘടകകക്ഷിയായി മാറുന്നത്. പാർട്ടി രൂപീകരിച്ചതിന് ശേഷം 2020 ഇതാദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി മാറുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല, സമീപ ജില്ലകളിലൊക്കെ തന്നെ 2020 അവിടെ ശക്തി തെളിയിച്ചതാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറേ ഭാഗങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും 2020യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ സ്വാധീനം നിലനിർത്താൻ തന്നെ കഴിഞ്ഞു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എറണാകുളം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ BJPക്ക് 2020യുമായുള്ള ഈ ഒരു കൂട്ടുകെട്ട് വലിയ തോതിലുള്ള ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 2020യുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് അതല്ലെങ്കിൽ UDFും LDFും സംയുക്ത സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരുന്നത്. ഇവരെ സ്വതന്ത്രന്മാരുടെ വേഷത്തിലിറക്കി 2020യെ പരാജയപ്പെടുത്താനാണ് ഈ രണ്ട് മുന്നണികളും ശ്രമിച്ചത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഇത് വലിയ തോതിലുള്ള ഒരു ആക്കം കൂട്ടൽ തന്നെയായിരിക്കും 2020യുടെ ഈ ഒരു മുന്നണി പ്രവേശം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. സാബു M. ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇവിടെ വ്യവസായം ചെയ്യാൻ അനുവദിക്കാതെ ഒടുവിൽ തെലങ്കാനയിലേക്ക് പോലും പോയി കമ്പനി തുടങ്ങേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരാണ്, ഇവിടുത്തെ വ്യവസ്ഥിതിയാണ്. ഇതിനൊക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിന് ഇനി മുതൽ BJPയുടെ കൂടി പിന്തുണ ലഭിക്കും എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായ ഒരു കാര്യമാണ്. വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇന്ന് ഇരു നേതാക്കളും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സാബു M. ജേക്കബും രാജീവ് ചന്ദ്രശേഖറുമൊക്കെ തന്നെ വളരെ പ്രൊഫഷണൽസാണ് എന്നുള്ള കാര്യം നമ്മളോട് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. രണ്ടുപേരും മികച്ച സംരംഭകരാണ്, മികച്ച വ്യവസായികളാണ്. എങ്ങനെ പൊതുരംഗത്ത് വളരെ ഫലപ്രദമായി ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പ്രവർത്തിക്കാം എന്ന് അത് വിജയിച്ച് കാണിച്ചു കൊടുത്ത വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഈ രണ്ട് പ്രമുഖ വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പൊതുവെ നമ്മളിപ്പോൾ കരുതേണ്ടത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ശക്തമായ ആഴത്തിൽ വേരുകളുള്ള അണികളുള്ള ഒരു പാർട്ടിയെ ഘടകകക്ഷിയായി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ BJPയിലെ ഘടകകക്ഷികൾ പലതും അത്ര ശക്തമായ ആഴത്തിലുള്ള അണികളൊന്നുമുള്ള പാർട്ടികളല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു പരിധിവരെ BDJSന് മാത്രമാണ് പല മണ്ഡലങ്ങളിലും അണികളുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ 2020 സംബന്ധിച്ചിടത്തോളം എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും മാത്രം ഇപ്പോൾ കൂടുതൽ സ്വാധീന ശക്തി തെളിയിച്ചിരുന്ന പ്രസ്ഥാനത്തിന് ഒരുപക്ഷെ കേരളത്തിലെ മറ്റു ജില്ലകളിലേക്കൊക്കെ തന്നെ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കാനും അവിടെ ശക്തമായ സാന്നിധ്യമായി മാറാനുമൊക്കെ ഈ ഒരു കൂട്ടുകെട്ട് സഹായകരമാകും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. LDFനും UDFനും വലിയ തോതിലുള്ള ഭീഷണി ഉയർത്താൻ ഈ ഒരു പുതിയ കൂട്ടുകെട്ടിന് കഴിയും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നാളെ ഒരു പുതിയ അത്ഭുതത്തിനായി എല്ലാവരും കാത്തിരിക്കുമ്പോൾ ഇന്ന് തന്നെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ വിസ്മയങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് ഈ 2020യുടെ NDAയിലേക്കുള്ള ഈ രംഗപ്രവേശം. ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ അല്ലെങ്കിൽ മറ്റ് പൊതു സംരംഭങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖ വ്യക്തികൾ BJPയിലേക്ക് ചേരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനിയും സസ്പെൻസുകൾ ഒരുപക്ഷെ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം അവസാനിച്ചിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.